ഹലോ ഗൈസ്, വിസ് മീ അലൻ. നമ്മളിപ്പോൾ ഉള്ളത് താജ്മഹലിൻ്റെ അടുത്താണ്. ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ താജ്മഹൽ എത്തും. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അവിടെ ഉള്ളത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് രാവിലെ ഇപ്പോൾ ഉച്ചയായപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വണ്ടി കണ്ടില്ലേ, നമ്മൾ വണ്ടി ഫുള്ളായിട്ട് മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ജനറേറ്റർ കൊടുക്കാൻ മൂടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ താജ്മഹലിലോട്ട് പോകണേ. അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് പോയിട്ട് ഞാൻ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉച്ചയായി, അപ്പോൾ ലഞ്ച്, അപ്പോൾ ബ്രഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒരുമിച്ച്. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ഇവിടുത്തെ ഹോട്ടലുകൾ ഭയങ്കര എക്സ്പെൻസീവ് ഉണ്ട്, ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഹോട്ടലൊക്കെ കുറവാണ്, ഉള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര എമൗണ്ടൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ താജ്മഹലിലോട്ട് പോകണം. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമുക്ക് നേരെ താജ്മഹലിലോട്ട് പോകാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് 2 ദിവസമായി. ഇന്നലെ വേറെ വീഡിയോ ചെയ്യായിരുന്നു. നമ്മൾ കുറച്ച് ജനറേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അതൊക്കെ ഇന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ ഇന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് ഇറക്കിയത്. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക, ഫുഡ് അടിക്കാൻ സെറ്റപ്പാണ്. പക്ഷേ നല്ല ഹോട്ടലിൽ നമ്മൾ നോക്കണം ഇത് കഴിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടക്കുമെന്നില്ല, അറിയില്ല. അപ്പോൾ ആകെ എത്തിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല പറ്റീരാണ്. ആളുകളൊക്കെ നല്ല രീതിയിൽ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല രീതിയിലും. പിന്നെ ജനറേറ്ററിൻ്റെ നമ്മൾ ഒരു ട്രോളി അടിച്ചായിരുന്നു. ആ ട്രോളി അടിക്കാൻ വേണ്ടി കടയിൽ ബിൽഡിംഗ് ഷോപ്പിൽ സംസാരിച്ചപ്പോഴും അവർ 3000 രൂപ എന്നാണ് പറയണത്. പക്ഷേ ഇതിൻ്റെ മീഡിയേറ്ററായിട്ട് നിന്ന് നമുക്ക് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ നമ്മുടെ 4000 രൂപ. പക്ഷേ എനിക്ക് ഭാഗത്തിന് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതിൽ കടന്നു പോകണത്. ഈ ഭാഷകൾ കേട്ട് പോകുന്നതുകൊണ്ട് ഭാഗത്ത് എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത്ര എമൗണ്ടല്ലേ പറഞ്ഞത് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പല ആളുകളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതിൽ വന്നിട്ട് നൈസായിട്ട് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഒരു ദോശക്കട വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. ഇവിടെ ചോദിച്ചു പോട്ടെ, താഴത്താന്ന് തോന്നുന്നു. കടയുടെ പേര് അല്ലേ കൃഷ്ണ താഴ്വി. ഇതാണ് കടയിൽ പേര്. നമ്മളിപ്പോൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. നമുക്ക് താല്പര്യം നോക്കട്ടെ ഗായ്സ്. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തിരുന്നില്ല, നമ്മൾ പൂരിയും കറിയും ഓർഡർ ചെയ്തത്. വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസമായി ഇതിനൊക്കെ മാറ്റി പിടിക്കാം. അപ്പോൾ ദോശ ഉണ്ടെന്ന് ഓർത്ത് ഇവിടെ കയറി വെച്ച് ദോശ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂരിയും കറിയും ഓർഡർ ചെയ്തു. ചെറിയ ഹോട്ടലാണ് കേട്ടോ, അത്യാവശ്യം നീളത്തിലുള്ള ഇടയില്ലേ, നീളത്തിലുള്ള ചെറിയൊരു ഹോട്ടലാണ്. പക്ഷെ എന്നാലും പൂരിയും കറിയൊക്കെ 4 പൂരിയും കറിയും കൂടെ 100 രൂപ അതിൻ്റെ റേറ്റ് ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവരിടണം. മെനുവിൽ പൂരിന്ന് സമയമില്ല, അവർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഈ പറഞ്ഞ റേറ്റാണ്, ഈ പറഞ്ഞ പോലെ 100 രൂപ. ഞാൻ കുഴപ്പമില്ല, നമുക്കിവിടെ ഞാൻ എത്ര പെട്ടെന്ന് ആഗ്രഹം പോയി ചാടണം, കാരണം പണിയാണ്. നമുക്ക് ഇന്ന് താജ് കാണണം. താജിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് അപ്ലോഡ് ചെയ്ത് നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ. ഞാൻ ഇവിടെ സംസാരിച്ചായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഒറ്റ ചാർജിൽ 80 കിലോമീറ്റർ ഓടും. കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അത് അത്യാവശ്യം ലോഡൊക്കെ വരിക്കുന്നുണ്ട്. നല്ല ലോഡൊക്കെ വെച്ചിട്ട് പോകണം കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെയുള്ള ആളുകൾക്കില്ലേ ഹോണടിൻ്റെ വീരന്മാരാണ്. ഹോണടിക്കുന്നെങ്കിൽ അത് അന്യായമായിട്ട് ഹോണടിച്ചോളി. ഇവിടുത്തെ ആൾക്കാർക്ക് ഹോണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. എന്തോ ഹോണടിയാണെന്ന് അറിയുമോ? കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ചെവി തുളഞ്ഞ് കയറണേ, അതുപോലത്തെ ഹോണടിക്കില്ലായിരുന്നു. അപ്പോൾ ഇതടുത്ത ആൾ കണ്ടില്ലേ, വെറുതെ ഇങ്ങനെ ഓടിച്ചിട്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലോട്ട് വഴിയുണ്ട്. താജ്മഹലിലേക്ക് 1 കിലോമീറ്റർ ഉള്ളെന്ന് പറഞ്ഞ് കണ്ടായിരുന്നു ബോർഡ്. അപ്പോൾ നമുക്ക് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ സൈക്കിൾ കൃഷിയൊക്കെ എറിയണം കേട്ടോ. അതുമായിട്ട് സൈക്കിൾ കൃഷിയെ പോകുന്നു. ഗൈസ്, ഞാൻ സൈക്കിൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. സൈക്കിൾ റിക്ഷയിൽ നേരെ താജ്മഹലിലോട്ട് പോയി. കാരണം ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു 20 രൂപ ഉണ്ടെങ്കിൽ താജ്മഹലിൽ സൈക്കിൾ റിക്ഷയിൽ എത്തിച്ചത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കയറുന്നത് സൈക്കിൾ റിക്ഷയിൽ. കണ്ടില്ലേ, അപ്പോൾ ഇപ്പോൾ നേരെ താജ്മഹലിലോട്ട്. അപ്പോൾ അധികം ഡിസ്റ്റൻസ് ഇല്ല, കുറച്ച് നോ ഗൈഡ്. താങ്ക് യു. Sir, 7 building inside. So no. So only 500 rupees. No guide. That's it. സോ ഇവിടെ ഉണ്ട് ഗൈഡ്. ഇങ്ങനെ കുറേ ആഗ്രഹം വന്ന് കയറുന്നുണ്ട്. ഇവരാരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്തൊക്കെ ഉടായിപ്പൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ കുറേ അധികം ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യും, ലൈക്ക് ഗൈഡ് തരാം ഒക്കെ പറഞ്ഞുകൊണ്ട്. മാക്സിമം ഒറ്റയ്ക്ക് പോകണത് നല്ലത്, അതെനിക്ക് മനസ്സിലായതാണ്. കാരണം ഇവിടുത്തെ ആളുകൾ ആരും നമ്പാൻ പറ്റില്ല. കാരണം 2 ദിവസമായിട്ട് പല ആളുകളും പല രീതിയിൽ നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞതാണ്. അപ്പോൾ അതോടെ പിന്നെ അങ്ങനത്തെ ഇടയ്ക്ക് നിർത്തി. ഗൈഡും വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ പോയി തിരിച്ചിടാൻ വഴി അറിയാല്ല, അത് മതി. അത്യാവശ്യം
നല്ല ക്രൗഡാണ് കേട്ടോ, നല്ല ക്രൗഡാണ്. ഗായ്സ്, നിങ്ങൾ താജ്മഹലിൽ വരുമ്പോഴേക്കും ഉറപ്പായിട്ടും ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റ് കൊടുക്കുന്ന സൈറ്റ് വഴി ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഫേസ് ചെയ്യുമെന്ന് അറിയുമോ? നോക്കി, ഈ ക്യൂ ഉണ്ടോ? അവിടെ നിന്ന് ക്യൂ തുടങ്ങിയിട്ട് ആ ബിൽഡിംഗ് ഉള്ള വരെ ഫുൾ ക്യൂ ആണ്. ഇത്രയും ക്യൂ കൂടെ നിൽക്കേണ്ടി വരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ നോക്കുക, അതായിട്ടും ബെസ്റ്റ് ഐഡിയ കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ നേരത്തെ ക്യൂ ഇല്ലേ, അത് ടിക്കറ്റിന് മാത്രമല്ല കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും ആ ക്യൂവിൽ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ കടന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഇത് നമുക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നെ ആ ക്യൂവിൻ്റെ അവിടെ കൂടെ കുത്തിക്കയറി ഇപ്പുറത്ത് ചാടി. അവർ അതിൻ്റെ സെൽഫി സ്റ്റിക്ക് മേടിച്ച് വെച്ചു കേട്ടോ. സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. പ്രൊഫഷണൽ സാധനമുണ്ട്, അത് യൂസ് ചെയ്യാൻ പാടുള്ളതുകൊണ്ട് അത് മേടിച്ച് വെച്ചു. അപ്പോൾ താജ്മഹൽ വിസിറ്റ് ആക്കിയൊക്കെ ഒന്ന് സൂക്ഷിക്കണം. സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ക്യാമറ പോലത്തെ സാധനങ്ങൾ കൊണ്ടുതന്നെ അവന്മാർ അത് മേടിച്ച് വെക്കും. അപ്പോൾ അത് ഫ്രീ ആണ് കേട്ടോ മേടിച്ച് വെക്കണം. അവരുടെ ലോക്കറുണ്ട്, ഫ്രീ ലോക്കർ, ഗവൺമെൻറ്റൊക്കെ ഫ്രീ ലോക്കറുണ്ട്. അങ്ങനെ ഫ്രീ ലോക്കറിൽ നമ്മൾ മേടിച്ച് വെച്ച്. ഞാനിപ്പോൾ അതേ അകത്തോട്ട് നടന്നുകൊണ്ട് കേട്ടോ കാണിച്ചേ. നല്ല ക്രൗഡുണ്ട്, നല്ല ക്രൗഡുണ്ട്. ആവശ്യത്തിലധികം ക്രൗഡുണ്ട്, കണ്ടില്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് താജ്മഹൽ വിസിറ്റ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ മൊത്തത്തിൽ ടോട്ടലി. പിന്നെ അത് മാത്രമല്ല നല്ല ക്രൗഡാണ്. അത് പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഫസ്റ്റ് ഇതിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നതാണ്. ഫസ്റ്റ് ബിൽഡിങ്ങിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഗായ്സ്, അങ്ങ് ദൂരെ താജ്മഹൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? മച്ചാനെ, അങ്ങനെ നമ്മൾ ഫൈനലി താജ്മഹൽ എത്തിയിരിക്കുന്നു. ഇത് കട്ട് ചെയ്യുക. ലോകത്തെ അത്ഭുതങ്ങളിൽ ഒരെണ്ണം നമുക്ക് കാണാൻ പറ്റി. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്നൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ നമ്മൾ ഇവിടെ എത്താൻ പറ്റി. അപ്പോൾ എന്നിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ ഇവിടെ ഇങ്ങനെയൊരു സ്പേസ് ഉണ്ട്, കണ്ടോ? അപ്പോൾ ഗായ്സ്, നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമുക്ക് ലാസ്റ്റ് താജ്മഹലിൻ്റെ സൈഡിൽ എത്താൻ പറ്റി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ കമൻറ്റ് കണ്ടായിരുന്നു, താങ്കൾ ജനറേറ്റർ എടുത്ത് പോയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇലക്ട്രിക് സ്കൂട്ടറിന് പോയതെന്ന്. സത്യം ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ട് പോയെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജിങ് പോയിൻറ്റ്സ് എല്ലായിടത്തും കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് എല്ലാ പെട്രോൾ പമ്പിലും എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇലക്ട്രിക് കാറുകളും ചാർജ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൊണ്ടുതന്നെ ഇലക്ട്രിക് വെഹിക്കിളുകൊണ്ട് നമുക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിൽ പോകാം എന്നൊരു പോസിബിലിറ്റി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ഇത്ര ആലോചിച്ചത്, ഞാൻ കേരളത്തിൽ നിന്ന് ആഗ്ര വരെയും ഒരു ജനറേറ്ററിൻ്റെ സപ്പോർട്ടില്ലാതെ എത്തി. പക്ഷേ പല ആളുകളും അന്വേഷിച്ചും പല ആളുകളുടെ സഹായത്തോടെയാണ് ചാർജ് ചെയ്ത് ഇവിടെ എത്തിയിട്ടോ. അത് ആ ഒരു കാര്യം തുറന്നു പറയണം. ഇത്രയധികം ആളുകൾ എന്നോട് ചാർജ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ എത്താൻ പോകുന്നില്ല, സത്യമായിട്ടും എത്താൻ പോകുന്നില്ല. ആഗ്ര എത്തിയ സ്ഥിതിക്ക് നിങ്ങൾ ഈ താജ്മഹൽ കാണിച്ചില്ലെങ്കിൽ കാര്യം സങ്കടമാവും. കാരണം നിങ്ങൾ ഇത്രയും പേര് കാത്തിരിക്കുന്നത് ഇതുപോലത്തെ വിഷ്വൽസ് കാണാൻ വേണ്ടി എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആഗ്ര എത്തിയിട്ട് ഞാൻ ശരിക്കും മിനിഞ്ഞാന്ന് എത്തിയതാണ്. ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കയറാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസം കൊണ്ട് കാത്തിരുന്നിട്ട് നമ്മൾ താജ്മഹൽ കാണാൻ വന്നത്. പക്ഷെ ആ കയറിൻ്റെ ഹാപ്പിനെസ് എനിക്ക് ഉണ്ട് കേട്ടോ. കാരണം എന്താ ഒരു ലോക അത്ഭുതങ്ങളിൽ ഒന്ന് കാണാൻ പറ്റുമല്ലോ.
ഇതിൽ കൂടെ എന്താ പറയണ്ടേ. അപ്പോൾ ഗൈസ് നമ്മൾ മോസ്കിനകത്ത് കയറാൻ വേണ്ടി ഏകദേശം 200 രൂപേൻ്റെ ഫീസ് വേറെ അടക്കേണ്ടി വന്നു. അതടച്ചു. ഇപ്പം നമ്മൾ നേരെ അകത്തോട്ട് കയറി. അപ്പോൾ എല്ലാവരും ചെരുപ്പിൽ കണ്ടില്ലേ, അതേപോലെ മണ്ണൊന്നും പോയിക്കാൻ വേണ്ടി ഒരു ചെരുപ്പ് തുണിയിലൊരു മെറ്റീരിയൽ കൊണ്ട് എല്ലാവരും ചെരുപ്പ് കവർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെരുപ്പ് കവർ ചെയ്തു. ഇപ്പം നമ്മൾ മോസ്കിനങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് മോസ്കിനുള്ളിൽ ഫോട്ടോഗ്രാഫീസ് ചെയ്യാൻ പാടില്ല, അതായത് വീഡിയോഗ്രാഫി ആണെങ്കിൽ ഫോട്ടോഗ്രാഫി മോസ്കിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ അകത്ത് കയറാൻ പറ്റില്ല, അകത്ത് തന്നെ കയറുന്നുണ്ട്. ഇപ്പോൾ പുറമേയുള്ള കാഴ്ചകൾ കാണിച്ചത് കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊക്കെ എങ്ങനെ ചെയ്തെടുത്തെന്ന് അറിയാൻ. ഓ നല്ല നല്ല രീതിയിലുള്ള പ്ലാനിങ് ഉണ്ട്, ഓരോ മുക്കും മൂലയും അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വന്നത് ആ കോട്ടണ്ട, അതിൽ കൂടെ നമുക്ക് കയറി അതൊക്കെ വന്നു കേട്ടോ. പിന്നെ അവിടെ താഴത്തായിട്ട് അവിടെ നമ്മൾ 200 റുപ്പീസിൻ്റെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ പൈസ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് കൂപ്പൺ എടുത്ത് വേണം അതൊക്കെ കയറാനായിട്ട്. അല്ലാതെ പിന്നെ ഇവിടെ ഇങ്ങനെ സ്പേസിൻ്റെ ബാക്കിൽ കണ്ടില്ലേ പുഴ പോലെ സെറ്റപ്പ് ഉണ്ട്, വേറെ വൈബാണ്. ഇതാണ് മറ്റേ താജ്മഹലിൻ്റെ പുഴയിലുള്ള റിവർ സൈഡ്. നമുക്ക് അവിടെ വരാമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് സ്കൂട്ടർ വഴിയാണെങ്കിൽ കറങ്ങി അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഭയങ്കര സൈസാണ് കേട്ടോ, ഭയങ്കര ഹൈറ്റാണ്, ഒന്നും പറയാനില്ല. അത് ഇങ്ങനെ ചെയ്തെടുത്തതെന്നല്ല, ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാ ഇതല്ലേ. അപ്പോൾ കാഴ്ച ഞാൻ മോസ്കോയിൽ പോയിട്ട് വരാം. ക്യാമറ അകത്തോട്ട് കയറ്റില്ല, അപ്പോൾ നാട്ടിൽ കയറിയിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിവിടെ നിലത്തിരിക്കലാണ് കേട്ടോ, കാരണം എല്ലാവരും ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ അകത്ത് കയറി ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഒരു ടോമ്പും കാര്യമൊക്കെ കണ്ടു. അവിടെ ഭയങ്കര വേറെ ഒരു എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഇത്രയും പ്രത്യേകത ഉണ്ട്. കാരണം അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ അവർ കാണിച്ചത് മറ്റേ കൊത്തുപണി പോലെ ഉണ്ടാവുമല്ലോ, അത് തന്നെ മറ്റേ ഫ്ലവേഴ്സിൻ്റെ ആ ഫ്ലവറൊക്കെ റിയൽ സ്റ്റോൺ കൊണ്ട് അവർ ചെയ്തിരിക്കണം. അപ്പോൾ അവിടെ മറ്റേ ടോർച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവർ ഫുള്ളായിട്ട് ഗ്ലോ ചെയ്യും. പിന്നെ അകത്ത് നമ്മളിപ്പോൾ ഒരു പേര് വിളിക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എക്കോ ചെയ്യും. ഇപ്പോൾ അല്ലെന്നുള്ള പേര് വിളിച്ചാൽ തന്നെ അത് ഭയങ്കരമായിട്ട് എക്കോ ചെയ്ത് കേൾക്കും. ഒരു പ്രത്യേക വൈബ് തന്നെ ഉള്ളിൽ. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കണമെങ്കിലും ആ സമയത്തൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നേരിട്ട് കണ്ട് അനുഭവിച്ചപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യണം. കാരണം വൈകുന്നേരമായി കണ്ടില്ലോ, വെട്ടമൊക്കെ പോയി തുടങ്ങി, ഫുൾ വെട്ടമൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കിൽ ആ ഫോട്ടോയും കൂടെ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തിരിച്ച് റൂമിട്ട് പോകുമ്പോഴേ ഇനി ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ അറിയാമല്ലോ, അങ്ങനെ ഉടായിപ്പോന്നു. അപ്പോൾ എത്ര പെട്ടെന്ന് റൂം പിടിക്കുക, അതാണ് ഇപ്പോൾ അടുത്ത പ്ലാൻ. അപ്പോൾ പോകുന്ന മുമ്പായിട്ട് പറ്റുമെങ്കിൽ ഫുഡ് എന്തെങ്കിലും പാഴ്സൽ ചെയ്യാം, നേരെ റൂമിട്ട് വിടുക. അപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടെ വെച്ചിട്ട് വളരെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ബ്ലോഗിന് ഫോൺ എടുത്ത് മല്ലുവളം നിന്ന് ഓടി വന്നു കേട്ടോ. പേരെന്താ? ജെനിഫർ. ഫാമിലി ആരൊക്കെ ഉണ്ട്? അതുണ്ട്. ഓക്കെ. നാട്ടിൽ എവിടെ ആയിട്ടാണ് ചെയ്യും പറഞ്ഞത്? കോട്ടയം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെറിയ ട്രിപ്പ് പോലെ ഇറങ്ങിയ? ഓക്കെ. ബ്ലോഗ് ചെയ്യും, യൂട്യൂബിൽ ചെറുതായിട്ട് ബ്ലോഗ് ചെയ്ത്. അങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെ എനിക്ക് ബിസിനസ്സാണ്. എവിടെ? നാട്ടിലെ കടബ എന്ന് പറയും, അതായത് മംഗലാപുരത്ത് ഒരു 80 കിലോമീറ്റർ ദൂരമുണ്ട് കടബയിൽ. അതെ. ഇവിടെ നമ്മളിങ്ങനെ കറങ്ങാൻ, എനിക്കും ഇങ്ങനെ യാത്ര ഇഷ്ടമുള്ള ആളാണ്. അപ്പം എൻ്റെ മക്കൾക്കും അതേമാതിരി ഇഷ്ടമാണ്. അപ്പം നമ്മൾ 3 പേരും ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങാൻ വന്നതാണ്. നമ്മള് നേരെ ഡൽഹിയിൽ പോയി, ഡൽഹിയെല്ലാം കറങ്ങി ഇന്നിപ്പോൾ ആഗ്രയിൽ വന്നു, ആഗ്ര റൂം എടുത്തു. ഇന്നിപ്പോൾ താജ്മഹൽ കാണണം, താജ്മഹൽ കണ്ടിട്ട് നാളെ നമ്മൾ തിരിച്ചു പോകും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫാമിലിയെ കണ്ട് പരിചയപ്പെട്ടു, അവരുടെ കുറേ സംസാരിച്ചിരുന്നു. നമ്മളിപ്പോൾ ഒരു ഏകദേശം 1 ഹവറോളം നമ്മൾ ഫാമിലിയായിട്ട് സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഭയങ്കര ഹാപ്പി ഉണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് നിങ്ങളോട് സൈൻ ഓഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർ വന്നിട്ട് ബ്രോ അറിയും മല്ലു, അപ്പോൾ അങ്ങനെ സംസാരിച്ചാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട്, ഞങ്ങളെ പരിചയപ്പെട്ടാലും ആ പിള്ളേരെ പരിചയപ്പെട്ടാലും ഭയങ്കര സന്തോഷമുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ അകത്ത് കയറണമെങ്കിൽ കോവിഡ് ടെസ്റ്റ് വേണമെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോവാക്സിൻ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ കോവിഷീൽഡ് എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും ഇതുവരെ എന്നോട് ചോദിച്ചില്ല. ഇവിടെ ആൾക്കൂടെ നമുക്കിപ്പോൾ എൻട്രി ഫീസ് വരുന്നു കേട്ടോ, ആഴ്ചയായിട്ടുള്ള എൻട്രി ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഉള്ളോട്ട് കൊണ്ടുപോകുമ്പോൾ ക്യാമറയ്ക്ക് ഏകദേശം 25 റുപ്പീസ് ക്യാമറ ഉള്ളോട്ട് കയറ്റാനും പിന്നെ മോസ്കിന് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഒരു 200 റുപ്പീസും വരുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇവിടുത്തെ എക്സ്പെൻസ് ചെയ്യുമ്പോൾ ഈ താജ്മഹൽ വിസിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു എക്സ്പെൻസ് പാർട്ട് വരുന്നത്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഏരിയപ്പെടും. അപ്പോൾ മാക്സിമം നമ്മുടെ ക്യാമറയായിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യുക, അതൊക്കെ ബെറ്റർ. അത് വേറെ കൊണ്ടല്ല, ഇവിടുത്തെ ക്യാമറ ടീമൊക്കെ നല്ല പൈസ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും ഗൈഡ് എന്ന് നമ്മൾ പുറകെ കൂടെ നോക്കും. ഒന്നിനും തിരിഞ്ഞു നോക്കരുത്, അറിയാത്ത പോലെ മുമ്പോട്ട് പോവുക കേട്ടോ ഗൈസ്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങൾ അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. നമ്മൾ നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് നേരെ വെച്ചുപിടിക്കുകയാണ് ഡൽഹിയിലോട്ട്. 200 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നാളെ നമ്മൾ പോയാലും മറ്റന്നാളെ ഉച്ചക്കുള്ളിൽ നമ്മൾ ഡൽഹി എത്തുള്ളൂ. അപ്പോൾ ഇനി ഡൽഹിയിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് കൂടുതൽ കാണാം. അതുവരെ ബൈ മച്ചാന്മാരെ. ഞാൻ 2 ദിവസം ഡൽഹി എത്തും. അത്യാവശ്യം എൻ്റെ അപ്ഡേറ്റ്സും ഞങ്ങൾക്ക് അറിയാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡേ ടു ഡേ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാം. അതുവരെ ബൈ മച്ചാന്മാരെ.